ഹായ് ഹലോ, ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ രണ്ടുപേരും കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയേക്കുവാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. കളി എന്താന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കേ. ഇപ്പം കല്ല് പറക്കിയിട്ട് ഇവിടെ വരണം. മോനൂട്ടന്റെ കോളം, ഇതെന്റെ കോളം. ഈ രണ്ട് കോളത്തില് നിന്റെ കോളം ഇതാണ്. നീ ഇതിലാണ് കല്ല് പറക്കിക്കൊണ്ടിടേണ്ടത്. ഞാൻ ഇതിലും. പിന്നെ ഇവിടെ നിക്കണത് ഇവിടെ നിക്കണം. നമ്മള് ഇറക്കൊണ്ട് വന്ന് ഇവിടെ ഇടണം. അല്ലെങ്കിൽ നിക്കണതിന്റെ തൊട്ട് പുറകിലിട്ടാലും മതി. പിന്നെ ഒരു കാര്യം, വേറെ കല്ല് കിടക്കണതിൻ്റെ ഇടക്ക് കൊണ്ട് ഇട്ടേക്കല്ല്. വേറെ കല്ല് ഇവിടെ നിന്ന് പിറക്കിയിടാനും പാടില്ല. അങ്ങനെയൊക്കെ ഫൗളാണ്. 20 കല്ലിലോ 30 കല്ലിലോ താഴെ പോയാൽ അവരും ഔട്ടാ. ഐവിൻകുട്ടൻ ഇടയ്ക്ക് കള്ളക്കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ബാനൂട്ടിയെ അറിയാണ്ട് ഒരു കല്ലിന് പോലും 2 കല്ലൊക്കെ എടുത്തോണ്ട് വന്ന് ഇടുന്നുണ്ടായിരുന്നേ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇനി കൗണ്ട് ചെയ്യാൻ പോവാണേ. ആരാ ജയിച്ചതെന്ന് അറിയണ്ടേ? 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 9 10 11 12 3 കല്ല് നാല്. അവിടെ നിന്ന് കല്ല് ഇവിടെ നിന്ന് ഓടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് ആദ്യം ഇട്ടാൽ ഞാനല്ലേ. അപ്പൊ ഞാനാ ജയിച്ച. തോറ്റാൾ ഇന്ദ്രനീലും ജയിച്ച ഞാനും. കളിയിൽ തോറ്റപ്പോൾ ഐവിൻകുട്ടൻ്റെ സ്വഭാവം മാറിയിട്ടോ. എന്നിട്ട് ഇതേ പിണങ്ങി വന്ന് നിൽക്കുവാണേ. ഇനി ഞാനില്ല കളിക്കാൻ, എന്നെ കൂട്ടണ്ട എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ബാനൂട്ടി പതിയെ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ കളിക്കാടാ വാടാ എന്നൊക്കെ പറഞ്ഞിട്ടാ. അടുത്തത് സ്പൂൺ നാരങ്ങയാണ് കേട്ടോ കളിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഐവിൻകുട്ടൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ബാനൂട്ടിനെ തോപ്പിക്കണേ, എന്നെ ജയിപ്പിക്കണേ എന്നും പറഞ്ഞിട്ടേ. ഇവിടെ നാരങ്ങക്ക് പകരം ഒരു ബോളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് പോവാണേ. അവൻ്റെ തലയിരിക്കുന്ന മാസ്ക് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചേതം കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് കിട്ടിയപ്പോൾ തൊട്ടത് താഴെ വെച്ചിട്ടില്ല കേട്ടോ, തലയിൽ തന്നെ ഉണ്ട്. അവൾ തോക്കണേ. ഐവിൻകുട്ടൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിലും ബാനൂട്ടിയാണ് കേട്ടോ ജയിക്കുന്നത്. ബാനൂട്ടി ജയിക്കുമെന്ന് കണ്ടപ്പോഴേ അവൻ എന്ത് ചെയ്തു, ബാനൂട്ടിയുടെ പുറകെ വന്നൊരു തള്ളു കൊടുത്തിട്ടാ. അങ്ങനെ അതും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയായി. ബാനൂട്ടി ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്ക് മാറ്റുന്നുണ്ടേ. പക്ഷേ ഐവിൻകുട്ടൻ അടുക്കുന്നില്ല കേട്ടോ. ഇവരുടെ കളികൾ എന്നും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.